ദിവസത്തിന്റെ പ്രത്യേകത? ഓർത്തുവെക്കാൻ എന്തിരിക്കുന്നു? ദിനവും ദിനചര്യകളും കടന്നുപോകും. അതുപോലെ മനുഷ്യനും ആ ഒഴുക്കിൽപ്പെട്ടു മറഞ്ഞുപോകും. അങ്ങ് ഇപ്പോൾ പറഞ്ഞത് ഒരു പ്രപഞ്ച സത്യം. ജനിച്ചു കഴിഞ്ഞാൽ മരണം ഒരു അതിഥിയെ പോലെ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർമ്മയുണ്ടോ എന്നാണ്. ഞാൻ പറയട്ടെ? പറയൂ നീ. ഈ ഗജേന്ദ്രന്റെ 2 പുത്രന്മാർക്ക് ജന്മം നൽകിയ മാതാവ്, അതായത് എന്റെ സഹധർമ്മിണി സത്യഭാമ, എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ ദിവസം ഇത്രയും ദൃഢമായി ഓർത്തുവെക്കാൻ എന്നെ അങ്ങ് അത്രയേറെ സ്നേഹിക്കുന്നുണ്ടോ? തീർച്ചയായും. എന്നാലും സത്യഭാമയെ സ്നേഹിക്കുന്നതിലുപരി ഒരു പടത്തലവനായ ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അത് കഴിഞ്ഞേയുള്ളൂ രക്തബന്ധങ്ങൾ പോലും. അങ്ങയുടെ അമിതമായ രാജസ്നേഹം ആപത്തിലെ കലാശിക്കും. സത്യഭാമേ, എണ്ണിയാൽ തീരാത്തത്ര സൈന്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത്. അതിലൊരു പടയാളിയോ ഒരു പടത്തലവനോ വാൾമുനയേറ്റു വീഴണമെങ്കിൽ ആദ്യം എന്റെ വിരുമാറിൽ വാൾമുന തറയ്ക്കണം. രാജസ്നേഹത്താൽ ശത്രു നിഗ്രഹത്തിനായുള്ള അങ്ങയുടെ ഉള്ളിന്റെ പിടച്ചിൽ ആര് കേൾക്കാൻ, ആരറിയാനാണ് ഈ രാജസ്നേഹവും ഈ ആരാധനാഭാവവും? സത്യഭാമേ, ശക്തിയുടെയും ഹിംസയുടെയും സ്വരം കർക്കശമായി അനുസരിക്കാതെ പറ്റുകയില്ല. എങ്കിലും ഈ മണ്ണിൽ ജനിച്ച് ഈ മണ്ണിൽ പുലർന്ന് ഈ മണ്ണിനെ പാപമംഗലമാക്കുന്ന ഒരു നീചനായ ചാരനുണ്ട്. അവനെ വകവരുത്തിയാലേ ഈ രാജ്യത്തിന് മോചനമുള്ളൂ. ആ നീചനായ ചാരനെ കണ്ടെത്താൻ പടത്തലവനായ അങ്ങേക്ക് കഴിയില്ലേ? പേടിച്ചരണ്ട മാൻപേടകളല്ല ഈ രാജ്യത്തെ സൈന്യം. തിരികെ പോരാടാൻ കഴിയുന്ന ക്ഷത്രിയ പടയുടെ ക്രോധം ആ അസുര ജന്മങ്ങൾ അനുഭവിച്ചറിയാൻ പോകുന്നു. പടത്തലവന്റെ ക്രോധാഗ്നി ജ്വലിപ്പിച്ച ആ രാജ്യദ്രോഹി ആരാകും? അളകാപുരിയിലെ വീരനായ നരസിംഹ മഹാരാജൻ, അങ്ങേക്ക് സ്വാഗതം. ഗജേന്ദ്രനാഥ്, അങ്ങ് ഈ രാജ്യത്തിന്റെ പ്രഥമ പടത്തലവനാണ്. താങ്കൾ വിചാരിച്ചാൽ ആ ചാരനെ കണ്ടെത്താൻ കഴിയും. ശത്രുവിന്റെ കുതന്ത്രം മറികടക്കുവാൻ അതിലുമേറെ ശക്തിയുള്ള മറ്റൊരു തന്ത്രത്തിനെ കഴിയൂ. തത്വങ്ങളും തത്വചിന്തകളും മാറ്റിവെച്ച് ആ ചാരനെ ബന്ധനത്തിലാക്കുക. ആ ദ്രോഹി കാരണം പടക്കളത്തിൽ ആയിരക്കണക്കിന് പടയാളികളുടെ ശിരസറ്റു. നമ്മുടെ രാജ്യത്തിന്റെ പടനീക്കങ്ങൾ അറിയാവുന്ന ആ ഒരുവൻ കാരണം. ഗജേന്ദ്ര, നിനക്ക് കണ്ണുകളുണ്ട്. അവ സദാ ജാഗരൂകമാണ്.